കണ്ണൂരിൽ CPM നേതാവ് പി ജയരാജനെ പുകഴ്ത്തി വീണ്ടും ഫ്ലക്സ് ബോർഡുകൾ. RV മെട്ട കക്കോത്ത് മേഖലയിലാണ് ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടത്. പി ജയരാജൻ തൂണിലും തുരുമ്പിലുമുള്ള ദൈവത്തെ പോലെയാണെന്നും ജയരാജൻ എന്നും ജനമനസ്സിൽ നിറഞ്ഞു നിൽക്കുമെന്നുമാണ് ഫ്ലക്സ് ബോർഡിലുള്ളത്. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, വിവരങ്ങൾ എന്താണ്? നേതൃത്വം ഇതിനെ കാണുന്നത് എങ്ങനെയാണ്? അരുൺ, റിജിത്ത്, പി ജയരാജൻ നേരത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തും എന്ന പ്രതീക്ഷ പാർട്ടി അതായത് പി ജയരാജനെ അനുകൂലിക്കുന്ന അണികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ സംസ്ഥാന സമ്മേളനത്തിൽ അതുണ്ടായില്ല. പി ജയരാജൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയില്ല. അതിനുശേഷം ഈ പാർട്ടി പ്രതീക്ഷിച്ചിരുന്നത് പരസ്യമായ പ്രതിഷേധങ്ങൾ പി ജയരാജനെ അനുകൂലിക്കുന്ന, നമുക്കറിയാം നേരത്തെയും കണ്ണൂരിൽ ഇങ്ങനെ പരസ്യമായിട്ടുള്ള ചില ഈ ഫ്ലക്സ് ബോർഡുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങളും സമൂഹ മാധ്യമങ്ങളിലുള്ള അമർഷം പ്രകടിപ്പിക്കുകയൊക്കെ പി ജയരാജന് വേണ്ടി ഉണ്ടായിട്ടുണ്ട്. അത് പാർട്ടി പ്രതീക്ഷിച്ചിരുന്നു. അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ജാഗ്രത പാർട്ടിക്കുള്ളിലും സംഘടനാപരമായും കണ്ണൂരിലെ നേതൃത്വം സ്വീകരിക്കുകയും ചെയ്തിരുന്നു. വലിയ രീതിയിലുള്ള പരസ്യ പ്രതിഷേധങ്ങൾ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. സമൂഹ മാധ്യമങ്ങളിൽ ജയരാജനെ അനുകൂലിക്കുന്ന ചില ഹാൻഡിലുകൾ അത് വ്യാപകമായ അത്തരത്തിലുള്ള പി ജയരാജനെ പിന്തുണച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ പങ്കുവച്ചു എന്നതിനപ്പുറത്തേക്ക് പോയിട്ടില്ല. പക്ഷേ ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് കൂടി കഴിഞ്ഞിരിക്കുകയാണ്. പ്രായപരിധി അനുസരിച്ചാണെങ്കിൽ പി ജയരാജന് ഇനി നേതൃനിരയിലേക്ക് വരാനുള്ള അവസരം ഇനിയില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ആ അമർഷമാണ് ഇപ്പോൾ പി ജയരാജൻ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് ഇന്ന് തിരിച്ചു വരികയാണ്. അതിനിടയിലാണ് കണ്ണൂരിൽ ഇപ്പോൾ ചില പാർട്ടി കേന്ദ്രങ്ങളിൽ തന്നെ ഇത്തരത്തിൽ ഫ്ലക്സ് ബോർഡുകൾ ഉയരുന്നത്. പാർട്ടി നേതൃത്വം എന്തായാലും ഇത് ഗൗരവത്തിൽ തന്നെയാണ് കാണുന്നത്. പക്ഷേ എന്തെങ്കിലും ഒരു പ്രതികരണത്തിന് കണ്ണൂർ ജില്ലാ നേതൃത്വം ഇപ്പോൾ തയ്യാറായിട്ടില്ല. കൂടുതൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ജാഗ്രത സംഘടനാപരമായി ജില്ലാ നേതൃത്വം സ്വീകരിക്കുന്നുണ്ട്.